എല്ലാ സഹോദരങ്ങൾക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് സ്വാഗതം എന്ന് പറയുന്നില്ല. ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്, ഇത് റിവ്യൂവേ അല്ല. അതായത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഈ ബിഗ് ബോസ് വീടിനുള്ളവർ അവർ തിന്നാൻ വേണ്ടിയിട്ടാണോ ആ ഒരു വീടിനുള്ളിൽ വന്ന് ചടഞ്ഞുകൂടി കിടക്കുന്നതെന്നാണ് എൻ്റെ സംശയം. ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. സാധാരണ നമ്മൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ അവർ എത്തപ്പെട്ടിട്ട് ആകെ 10-70 ദിവസമാണ് ആയത്, 2 മാസം പോലും തികച്ചായിട്ടില്ല. പക്ഷേ ചെന്ന് കയറിയ സമയം തൊട്ടേ ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള ഇവരുടെയൊക്കെ ആർത്തി കാണുമ്പോൾ ഈ ജനിച്ചിട്ട് ഇന്ന് വരെ ഇവരൊന്നും ഒന്നും തിന്നാതെയും കുടിക്കാതെയും കിടന്നതാണോ എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നിപ്പോവുകയാണ്. അപ്പോൾ അന്തം ഫാൻസൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും എന്നോട് യുദ്ധത്തിന് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരിത്തിരി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന, അതായത് നമ്മൾ കാണാറുണ്ട്, നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മാൻപേടയുടെ പിന്നാലെ കുറേ സിംഹവും പുലിയും എല്ലാം കൂടെ പോവും. എന്നിട്ട് എല്ലാ എണ്ണവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടിച്ച് വലിച്ച് കൊണ്ടുവച്ച് തിന്നുന്നത് കാണാം. അതേ രീതിയാണ് ഈ ബിഗ് ബോസ് വീടിനുള്ളിലുള്ള മത്സരാർത്ഥികളുടെ കയ്യിലിരിക്കുന്നതും. അതായത് ഇന്ന് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ റൈസും അതുപോലെ ചിക്കനുമാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ ഷാനവാസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഗ്രേവിയൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ശകലം, ഒരല്പം, ഒരു കൊച്ചു കുഞ്ഞിന് കഴിക്കുന്നത് പോലെ ഒരു ഇത്തിരി റൈസും അതിലൊരു 2-3 പീസ് ചിക്കനും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്, വലിയൊരു പാത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു പാത്രത്തിൽ നിന്നും ഇതിനെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇവർക്ക് ആ ഒരു പാത്രം എടുത്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. അതിന് ആ ഒരു ഫുഡ് എടുത്ത് ഇവർ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വൈകിട്ട് കഴിക്കാൻ നേരത്ത് അതുകൂടി എടുത്ത് അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞിന് കഴിക്കാനുള്ളതേ ഉള്ളൂ, അത്രയ്ക്ക് ചെറിയ അളവിലുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് ആ ഒരു സമയത്തിന് എല്ലാവരും കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയാണ്. ഇത് നമ്മുടെ ആര്യൻ വന്നിട്ട് ആ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് എടുക്കുകയാണ്. പുള്ളിക്കാരൻ അതിൽ നിന്നും ഒരു ചിക്കൻ്റെ പീസും എടുത്ത് വെച്ചിട്ട്, കാരണം ഗ്രേവി അതിലങ്ങനെ അധികം ഇല്ല, പക്ഷേ എന്തോ കൊതി കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അതിൽ ഒരു പീസ് ചിക്കൻ്റെ പീസ് കൂടി എടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരൻ അത് കഴിക്കാനായിട്ട് ഒരു കൈ വാരി വായിൽ വെച്ചതേ ഉള്ളൂ. എൻ്റെ പൊന്നേ, ഇതുപോലെ നച്ചുനായും കണ്ടിട്ടില്ലാത്ത നമ്മുടെ നാടൻ ഭാഷാപ്രയോഗമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു ശൈലിയാണ് ഇത്. നച്ചും നായും കണ്ടിട്ടില്ലാത്ത കുറേ എണ്ണം. ഈ ലക്ഷ്മി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ശരിക്കും ഇപ്പോഴാണ് എനിക്ക് അവരെ തമ്പുരാട്ടിന്നോ കൊച്ചമ്മയെന്നോ അക്കച്ചിന്നോ ഒക്കെ വിളിക്കാനായിട്ട് തോന്നുന്നത്. ഈ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ട് അതിങ്ങനെ നീക്കി അങ്ങ് എടുക്കുകയാണ്, ഒരു ദാക്ഷിണ്യം വിചാരിക്കാണ്ട്. എന്നിട്ട് ആര്യനോട് തട്ടിക്കയറുകയാണ്. ഇതെന്തിനാ ഇപ്പം എടുത്തത്? ഇത് എല്ലാവർക്കും കൂടിയുള്ള സാധനമാണ്, നിന്നോട് ആരാ എടുക്കാൻ പറഞ്ഞത്? ഇത് രാത്രി കഴിക്കാനുള്ളതാണ്, എല്ലാവർക്കും കൂടിയുള്ളതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ത്രീ അതെടുത്തിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞപ്പോഴുണ്ടല്ലോ, ഞാനങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൈയോട് ഞാൻ മോന്തയിൽ വെച്ച് തേച്ചാനെ. കാരണം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു അത് കണ്ടപ്പോഴത്തേക്ക്. ഇവളുമാരൊക്കെ വലിയ എന്താ പറയുക, കെട്ടിലമ്മമാരെ കണക്ക് അവിടെ വന്ന് കിടക്കുന്നു. മുഖമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക്കും പുട്ടിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി അതിസുന്ദരികളായിട്ടാണ് ഓരോന്നും നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒറ്റ എണ്ണം പോലും തീവനം കണ്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് കഷ്ടം തോന്നുകയാണ് ശരിക്കും നമുക്ക്. എന്നാൽ ഇപ്പോൾ ഇത് പറയുമ്പോൾ പലരും പറയും അത് എല്ലാവർക്കും കൂടിയുള്ളൊരു ഫുഡാണ്, അതൊരാൾ മാത്രം എടുക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കണം എന്നൊക്കെ. എന്തൊക്കെ പെർമിഷൻ ചോദിച്ചാലും ഭക്ഷണമല്ലേ, അല്ലാണ്ട് ഇത് നിധിയൊന്നും അല്ലല്ലോ, മറ്റൊന്നും അല്ലല്ലോ, സ്വർണമോ നിധിയോ അതുപോലെയുള്ള കൂടിയ സാധനങ്ങളൊന്നും അല്ലല്ലോ. ഇത് ആഹാരമല്ലേ, വായിൽ വെച്ച് ചവച്ചിറക്കി അത് ഉമിനീരുമായിട്ട് കലർന്ന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മലമായിട്ട് പുറത്ത് പോകുന്ന സാധനമല്ലേ. ഈ ഒരു സാധനത്തിനൊക്കെ ഇവളുമാരെവിടെ കിടന്നിട്ട് ഇത്രയും കച്ചറ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ കാര്യമായിട്ട് പറയാം, ആര്യൻ ഇത് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഫുഡല്ലേ, അത് പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കാമല്ലോ. ഒരുമാതിരി എന്താ പറയുന്നത്, ഒരു വൃത്തികെട്ട സ്വഭാവമെന്നേ പിടിച്ച് പറിച്ചെടുത്തോണ്ട് പോവുകയാണ്. ശരിക്കും ആ ചെക്കൻ വേറെ ആരുടെടുത്തെങ്കിലും ആയിരുന്നെങ്കിൽ യുദ്ധം ചെയ്താനെ. പക്ഷേ എന്തോ ലക്ഷ്മിയുടെ അടുത്ത് യുദ്ധത്തിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ട നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇതേ സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത്. കാണാൻ സുന്ദരിയാണ്, അവരുടെ ഗെയിം ചില സമയത്ത് കൊള്ളാം. എനിക്ക് അധികം ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി
ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ആർത്തി. ഭക്ഷണം അവർ തന്നെ വേവിക്കണം, അവർ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കണം, എല്ലാത്തിനും അവരോട് പെർമിഷൻ ചോദിക്കണം. സ്വന്തം വീട്ടിൽ കാണിക്കുന്ന കണക്കുള്ള രീതികളാണ് ഇവിടെ കിച്ചണിൽ വന്നിട്ട് പെണ്ണുമ്പിള്ള കാണിക്കുന്നത്. ശരിക്കും ഇതൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് ഈ ഒരു സ്ത്രീകളോട് ഒട്ടും താല്പര്യമില്ലാത്തത്. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്തിനാണ് ഇത്രയേറെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ദോശ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി കൊടുക്കില്ല. ഒരു മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പിടിച്ചു പറിച്ച് അവൻ്റെ കയ്യിൽ നിന്നും എടുക്കുന്നതിന് പരം വൃത്തികെട്ട സ്വഭാവം വേറെ എന്താ ഉള്ളത്? പട്ടിക്ക് പോലും കൊടുക്കുന്ന ഒരു വില കൊടുക്കണ്ടേ? ഭക്ഷണം നമ്മൾ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ നമ്മൾ എന്തുമാത്രം കൊടുക്കുന്നവരാണ്. ആദ്യം ഇവളുമാർ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവളുമാരുടെ പ്രവൃത്തി അനുസരിച്ചിരിക്കും പുറത്ത് നിൽക്കുന്നവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇമാതിരി തറവേലകളും തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചാൽ പുറത്ത് ആളുകൾ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണോ ഇവളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ പറയാൻ തോന്നിയത് എന്താണെന്നറിയാമോ? തീവനം കണ്ടിട്ടില്ലാത്ത പരീക്ഷകളെന്നാണ്. ഒരു വൃത്തികെട്ടൊരു ക്യാരക്ടറാണെന്നേ. ഇവർ മാത്രമല്ല, ഒട്ടുമിക്ക ആളുകളും. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഒരാളും കൂടി വരികയാണ്, മീശയും കടിച്ചും പിരിച്ചും കൊണ്ട്. ആരാണ്? ഷാനവാസ്. ഷാനവാസ് വന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്തിനാ ചിക്കൻ്റെ പീസ് എടുത്തതെന്ന് ചോദിച്ചിട്ട്. ഈ ഷാനവാസൊക്കെ ജനിച്ചിട്ട് ഇന്ന് വരെ ചിക്കൻ്റെ പീസൊന്നും കണ്ടിട്ടില്ലേ, കഴിച്ചിട്ടില്ലേ? എടോ, ഇതൊക്കെ ഭക്ഷണം കഴിക്കാനല്ലേ കൊള്ളാവൂ. നമ്മൾ വായിൽ വെച്ചിട്ട് അത് ചവച്ചരച്ച് ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോലും എന്താണെന്ന് നമുക്കറിയില്ല. ആ ഒരു സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമുക്കതിൻ്റെ രുചി പോലും അറിയാൻ സാധിക്കൂ. എന്തിനാ ഈ ഭക്ഷണത്തോടൊക്കെ ഇത്ര ആർത്തി കാണിക്കുന്നത്? എന്തായാലും വളരെ മോശമായിട്ടുണ്ട്. എന്ത് തരം മനുഷ്യരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു ഭാഗം കണ്ടിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയട്ടെ. പിന്നെ അനുമോളെയൊക്കെ പറയുമ്പോഴത്തേക്ക് പൊള്ളുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പൊള്ളുന്നവരൊക്കെ കുറച്ച് തേനോ കോൾഗേറ്റോ പുരട്ടി അങ്ങ് ഇരുന്നാൽ മതി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടി പറയുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും